എല്ലാവരും എളുപ്പത്തിനു വേണ്ടി ചെറിയൊരു വിഷയത്തിലും നരേന്ദ്രമോദി സർക്കാരിനെയും BJPയും ഒക്കെയാണ് കുറ്റം പറയുക. കാരണം സത്യമൊന്നും ഉള്ളിലുണ്ടാകില്ലെങ്കിലും എളുപ്പമാണ് ഈ പ്രവൃത്തി. അസത്യങ്ങളോട് അങ്ങനെ ചാടിക്കേറി BJPക്കാർ പ്രതികരിക്കാറുമില്ല. ഇവിടെ കേരളത്തിൽ നടിയെ ആക്രമിച്ച കേസിലും സംഭവിച്ചത് അതുതന്നെയാണ്. ആദ്യം എന്താണ് ഇടത് ബുദ്ധി രാക്ഷസന്മാർ പറഞ്ഞു വരുത്തിയത്? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായം ദിലീപിനുണ്ട്. നടൻ എന്ന നിലയിൽ ദിലീപ് സുരേഷ് ഗോപി ഉപയോഗിച്ച് കേസ് തേച്ചുമാച്ചു കളയാൻ നീക്കം നടത്തുമെന്ന്. എന്നിട്ട് എന്തായി? അത് ഏറ്റില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത നീക്കവും ഇതാവുന്നു. എത്ര സമർത്ഥമായിട്ടാണല്ലേ പിണറായി സർക്കാർ എല്ലാം കൊണ്ടുവന്ന് കോടതിയുടെ തലയിൽ കൊണ്ടുവച്ചത്. ഒടുവിലെ പ്രലോഭനത്തിൽ വീണുപോയ മാധ്യമങ്ങളെയും അഭിഭാഷകരെയും സെഷൻസ് കോടതിക്ക് ശാസിക്കേണ്ടിയും വന്നു. അതാണ് പിണറായി സർക്കാരിൻ്റെ ആ തന്ത്രം. മറ്റെല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെട്ടാലും ദിലീപ് ശിക്ഷിക്കപ്പെടരുതെന്നും, എന്നാൽ പഴി പോലീസിനോ പ്രോസിക്യൂഷനോ ആകരുത് എന്നുമായിരുന്നു ആ പിണറായി സർക്കാരിൻ്റെ ഗൂഢതന്ത്രം. അത് തുടക്കത്തിൽ തന്നെ വിജയിച്ചു തുടങ്ങി. കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടതും ആ കേസിലെ വിചാരണയ്ക്കൊടുവിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടതും കൂട്ടുപ്രതികളെ ശിക്ഷിച്ചതുമൊക്കെ കേരളം വിവിധ ചേരികളെ തിരിഞ്ഞും അനുകൂലിച്ചും എതിർത്തുമൊക്കെ നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും മനഃപൂർവ്വം മറക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് വേണ്ടത്. ദിലീപിനെ വെറുതെ വിട്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉത്തരം കോടതിയിൽ തന്നെയുണ്ട്. പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും വീഴ്ചകൾ എണ്ണി പറഞ്ഞ് വിധി പറഞ്ഞത് അതേ സെഷൻസ് കോടതി തന്നെയാണ്. ആരോപണങ്ങൾക്കും അപ്പുറം തെളിവ് ശേഖരിക്കാനും ഹാജരാക്കാനും പിണറായി പോലീസിനും പിണറായി പ്രോസിക്യൂഷനും കഴിഞ്ഞില്ലെന്നാണ് വിമർശനം. പക്ഷേ രണ്ട് ചേരിയെ നിൽക്കുന്നവർക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ല. അതാണ് പിണറായി പോലീസിൻ്റെയും പിണറായിയുടെ വക്കീൽ സംവിധാനത്തിൻ്റെയും തന്ത്രം. നടിയെ ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാകുന്നു. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ 1ാം പ്രതി പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് കോടതിയുടെ ആ ഉത്തരവിൽ പറയുന്നത്. പ്രോസിക്യൂഷന്റെ വീഴ്ചകളെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുമുണ്ട്. ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. സമർപ്പിക്കപ്പെട്ട രേഖകൾ ഗൂഢാലോചന തെളിയിക്കാൻ അപര്യാപ്തമാണെന്ന് കോടതി വ്യക്തമാക്കി. വിധിപ്പകർപ്പിൽ 300 പേജുകളിൽ ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നാണ് കോടതി വിശദീകരിക്കുന്നത്. മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച ദിലീപിനെതിരെ യാതൊരു തെളിവുകളുമില്ല. ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും പ്രോസിക്യൂഷന് ഹാജരാക്കാനും കഴിഞ്ഞില്ല. ദിലീപിന്റെ എല്ലാ സൈറ്റുകളിലും പൾസർ സുനിയുടെ സാന്നിധ്യമുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. എന്നാൽ 1ാം പ്രതിയും 8ാം പ്രതിയും ചലച്ചിത്ര പ്രവർത്തകരാണ്. അതുകൊണ്ട് സെറ്റിൽ കണ്ടു എന്നുള്ളതും ഗൂഢാലോചന നടന്നു എന്നതും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം അന്വേഷണ സംഘത്തിനെതിരെയും കോടതി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 3 സ്ഥലങ്ങളിൽ വച്ച് ദിലീപ് പണം നൽകി എന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായും കോടതി നിരാകരിച്ചു. വാക്കുകൾക്കപ്പുറത്തേക്ക് ഡിജിറ്റലായി ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കോടതി വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചകളും കോടതി എണ്ണി പറഞ്ഞു. ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് 2013-ലാണ്. എന്നാൽ 2017-ലാണ് കുറ്റകൃത്യം നടന്നത്. 2 വർഷവും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ദിലീപ് അറസ്റ്റിന് ശേഷവും ഫോൺ ഉപയോഗിച്ചു. അതെങ്ങനെയെന്ന് കോടതി ചോദിക്കുന്നു. അതിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദിലീപിനെ പൂട്ടണം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ദിലീപിന് പങ്കുണ്ടെന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. 2013-ൽ തന്നെ ഗൂഢാലോചന നടന്നെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അങ്ങനെ അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞാണ് കോടതിയുടെ വിധി. 2013 മുതൽ 2017 വരെയുള്ള കാലയളവിൽ വിവിധ കേസുകളിൽ സുനി എവിടെയായിരുന്നെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഈ കാലഘട്ടത്തിൽ പൾസർ സുനി ഒളിവിൽ പോയതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ചില ക്രിമിനൽ കേസുകളിൽ ഇയാൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇതിലൊരു കേസിൽ വെറുതെ വിട്ടിട്ടുമുണ്ട്. ഗൂഢാലോചന ആരോപിക്കുമ്പോൾ പ്രതി എവിടെ, എങ്ങനെ, എന്ത് ചെയ്തുവെന്ന് അന്വേഷണ സംഘം വിശദമായി അന്വേഷിക്കണമായിരുന്നു എന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്.